ഇറാനിൽ അവിടുത്തെ പ്രസിഡന്റ് അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇനി ആരാണ്? ഇനി ആരാരും വരാം, അതല്ല പ്രശ്നം. പ്രോബ്ലം കിടക്കുന്ന ഈ അപകടത്തെ പറ്റി ഇതേ കൃത്യമായ ഡയഗ്നോസിസ് നടന്നിട്ടില്ല. പല ഇസ്രായേലിന്റെ പേര് ഇസ്രായേൽ അല്ല. ഇസ്രായേൽ എന്തിനു കൊല്ലണം? നിങ്ങളൊന്നും പറ. ഇസ്രായേൽ ഇവിടെ ഈ മണ്ടന്മാർക്ക് അങ്ങനെയാണ്. ഇവർക്ക് ഒരിക്കലും ഇനി മുട്ടനാടുകൾ തമ്മിൽ അടിക്കുന്നതാണ്. ഇവിടെ ചെന്നായിനെ കാണാൻ പറ്റില്ല. ഇതിന് മുട്ടനാടുകളെ കുറ്റം പറയും. ഇസ്രായേൽ ഇയാൾക്കൊന്നിന് എന്ത് കാര്യമാണ്? പ്രശ്നം കൂടുതൽ അലമ്പാവുകയും ഒരു രാഷ്ട്രത്തലവനൊക്കെ ഇങ്ങനെ സംഘർഷം നടക്കുന്ന സമയത്ത് കൊന്നു കളഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഭയങ്കരമായിട്ട് ലോക വികാരം മാവും. ഇസ്രായേൽ ഒരു ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ സൗദി അറേബ്യ, ഖത്തറൊക്കെ അവരൊക്കെ എതിരാവും. മനസ്സിലായില്ലേ? ഇത് ഇത്ര എളുപ്പമുള്ള സംഭവം ഒന്നല്ല. അമേരിക്കയെ കൊല്ലണമെങ്കിൽ മുമ്പേ അവർക്ക് ചെയ്യാൻ വേണം. അകത്തുള്ള കമ്പനിയെ കൊല്ലാൻ വേണം. അതോടുകൂടി തീരല്ല പ്രശ്നം. അത് ചെയ്തില്ലല്ലോ. ഇത് അമേരിക്കയല്ല, മൊസാദും അല്ല. ഇത് ഇന്ത്യ ഉള്ളിലുള്ള പ്രശ്നമാണ്. ഇൻസൈഡ് ജോബാണ്. ഇറാനിൽ തന്നെയുള്ള ഇൻസൈഡ് ജോബാണ്. ഇപ്പോൾ ഹെലികോപ്റ്റർ പഴയ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്, പഴയ ഹെലികോപ്റ്റർ ഓരോ സോർട്ടീൻ്റെ മുമ്പേയും ഓരോ ഫ്ലൈറ്റിന് മുമ്പേയും കൃത്യമായിട്ട് ഓരോരോ ഘടകങ്ങളും കൃത്യമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം അത് ഓക്കെ പറയുള്ളൂ, ക്ലിയർ ചെയ്യുള്ളൂ. അപ്പം ക്ലിയർ ചെയ്യുന്ന അപ്പം അവിടെയാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനോട് 3 ഹെലികോപ്റ്റർ ഒരേപോലെയുള്ള ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പ്രസിഡന്റ് പോയ ഹെലികോപ്റ്റർ മാത്രം അപകടം പറ്റും. കൃത്യമായി പ്രസിഡന്റ് ചെയ്തു. ഇത് മൊസാദിനോ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യണമെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും. വല്ല മിസൈലോ ലേസർ ബോംബുകളോ ഒക്കെ ഉപയോഗിക്കും. ഇനി ഈ ഹെലികോപ്റ്റർ നമ്മളെ മറ്റൊരു അംബാസിഡർ നന്നാക്കുമ്പോൾ ഏതെങ്കിലും ഗ്യാരേജിലല്ല, മിലിറ്ററി ഗ്യാരേജിലാണ് പ്രത്യേക. അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ട്. അതാണ് അടുത്ത കാലത്ത് ഇവിടെ വലിയ വിവാദമായത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കോൺഗ്രസിന്റെ സമയത്ത് ഹെലികോപ്റ്ററുകൾ മേടിച്ചതാണ് ഇറ്റലിയിൽ നിന്ന്. അതൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകമാണ്. മിലിറ്ററി പ്രൊട്ടക്ഷനെക്കാട്ടും വലിയ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഓരോ സോർട്ടി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഈ സാധനം വിടുന്നത്. അതിൽ നിന്ന് അങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഗൂഢാലോചനയായിരിക്കും, ബോധവും വരുത്തി വെച്ചതായിരിക്കും. അപ്പൊ ഈ ഇൻസൈഡ് ജോബ് ആകുമ്പോൾ ആരായിരിക്കാം? റിസ്വി അയോത്തുല്ല ഖുമേനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. മുഹമ്മദ് ഖാത്തമിയെ പോലുള്ള ആളെന്നല്ലോ, പരിഷ്കരണവാദി എന്നല്ല, ഇങ്ങനെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അയാത്തുള്ള ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റാണ്. അപ്പൊ ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ഇന്ത്യയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കാശ്മീർ തീവ്രവാദികൾക്ക് പരിശീലനം എന്നുള്ള പണിയൊക്കെ അങ്ങനെ ഒപ്പിച്ചു കൊടുക്കും. അത് ഇസ്ലാമിക സ്നേഹം. പക്ഷെ എങ്കിൽ പോലും ഇവരെ ഈ അമേരിക്ക ഒറ്റപ്പെടുത്തിയ സമയത്ത് ഇന്ത്യയിലെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റാണ് ഇവർക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തത്. അത് വന്ന BJP ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. BJP ഗവൺമെന്റ് ചെയ്യുന്നത് ഭയങ്കര മുസ്ലിം സ്നേഹം കൊണ്ടായിട്ടൊന്നല്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് നമ്മുടെ വിദേശ നയത്തിന്റെ ഭാഗമാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റിയാണ്. അത് ചേഞ്ചസ് വരാം. അപ്പം മോഡി നോക്കുന്ന സമയത്ത് ഇറാനായിട്ടുള്ളത് ഇന്ത്യക്ക് ഗുണകരമാണ്. കാരണം അവർക്ക് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, മറ്റു രാജ്യങ്ങൾക്ക് നിങ്ങൾ പിന്നെ പെട്രോളിയം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഡോളർ കൊടുക്കണം. ഇവർക്ക് രൂപ കൊടുത്താൽ, ഇന്ത്യൻ രൂപ കൊടുത്താൽ മതി. അപ്പൊ ആ രീതിയിൽ നമ്മളായിട്ട് നല്ല ബന്ധമുള്ള, നമ്മളും പണ്ട് അമേരിക്കക്ക് എതിരായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ അമേരിക്ക ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ഈ പറയുന്നത് നമുക്ക് അപ്പൊ അമേരിക്ക പറയുന്നതിനെതിരായിട്ട് അമേരിക്ക തന്നെ സാക്ഷന് വിരുദ്ധമായിട്ട് പലപ്പോഴും നമ്മൾ ഇറാൻ അനുകൂലമായ നിലപാടുകൾ എടുത്തതും ഇറാനെ സഹായിച്ചതും ഇറാൻ ഓയിൽ മേടിച്ചതും ഒക്കെ മനസ്സിലായില്ലേ? നമ്മുടെ ഇവിടുത്തെ ഓയിൽ വില എപ്പോഴും ലിറ്ററിന് 200 രൂപ ഇങ്ങനെ നിൽക്കുന്നതിന് പിന്നിൽ ഇറാൻ ഓയിലിന് വലിയൊരു പങ്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഒരു കാര്യം. അപ്പം ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുമ്പോൾ എടുത്തിരുന്ന ആളാണ് ആര്? അയാത്തുള്ള ഖുമൈനി. നമുക്ക് അയാളെ മതപരമായിട്ടുള്ള അയാളുടെ നിലപാടുകൾക്കൊക്കെ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പൊ അയാളെ ഒരു അടുത്ത അനുയായിയായി കണ്ട, അടുത്ത പിൻഗാമിയായി കണ്ടിരുന്ന ആളാണ് റിസ്വി. ഇതുപോലെ തന്നെ ഇന്ത്യക്ക് അനുകൂലം ചബ്ബാർ തുറമുഖം ഒക്കെ അദ്ദേഹത്തിന് എന്താണ് സാങ്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ കിടക്കുന്ന ഒരു കോമൺ ഫാക്ടർ വെച്ചാൽ ആന്റി ഇന്ത്യൻ സാധനം ഉണ്ട്. അല്ലെങ്കിൽ ഈ ചബ്ബാർ തുറമുഖം വലിയ പ്രശ്നമാണ്. സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്കൊരു ഗേറ്റ് വേ ആവുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ട് ഗേറ്റ് വേ ആകുന്നു, ചൈനയ്ക്കും പാകിസ്ഥാനും പണിയാണ്. അപ്പൊ റിസ്വി ആണ് ഇദ്ദേഹത്തെ പിന്തുടരുന്നെങ്കിൽ ഇതേ പോളിസി തന്നെയായിരിക്കും പോവുക. റെജീം ചേഞ്ച് വന്നെങ്കിൽ പോലും എന്ത് വരും? ഇന്ത്യക്ക് അനുകൂലമായി ഇതേ പോളിസി ആയിരിക്കും വരാൻ പോകുന്നത്. കുറച്ചും കൂടി ഒരു മയമുള്ള കടുംപിടുത്തക്കാരനാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഇല്ലാതാക്കേണ്ട ആരാണ്? ഈ പറയുന്ന ആരുടെ ഉദ്ദേശമാണ് ആന്റി ഇന്ത്യ വിരുദ്ധ സഖ്യത്തിന്റെയും അതിതീവ്ര മതമൗലികവാദികളുടെ ആവശ്യമാണ്. അതാരായിരിക്കും? ബേസിക്കലി അത് ചൈനയും പാകിസ്ഥാനായിരിക്കും. അത് കൂട്ടുപിടിക്കാൻ സാധ്യതയുള്ള ആരാണ്? ഈ ഖൊമേനിയുടെ മോനുണ്ടെന്ന മുസ്തഫ. ഈ മുസ്തഫയാണ് 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ് കരുതപ്പെടുന്നത്. അതായത് റിസ്വി അല്ലെങ്കിൽ മുസ്തഫ എന്ന രീതിയിലാണ്. ഇപ്പൊ റിസ്വി ഇപ്പൊ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, ബിഗ് ബോസ് ഹൗസ് നിന്ന് പുറത്തായി. റിസ്വി എലിമിനേറ്റ് ചെയ്ത സ്വാഭാവിക മുസ്തഫയിലേക്ക് വരും. അപ്പൊ മുസ്തഫ സംശയത്തിന് നേരിലൊക്കെ ആയിരിക്കും, അത് പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരിക്കും അച്ഛന് വളരെ വേണ്ടപ്പെട്ട ആളുകളെ മകനും കൊല്ലും,
ഇത് പുതിയ കാര്യമൊന്നുമല്ല, അധികാരമാണ്. അക്ബറിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അബുൽ ഫസൽ. അക്ബർനാമയൊക്കെ എഴുതിയിട്ടുണ്ട്. അബുൽ ഫസലിനെ കൊന്ന ജഹാംഗീറാണ്. അച്ഛനായിട്ട് വളരെ ക്ലോസ് ആയ ആളായതുകൊണ്ട് ആ ജഹാംഗീർ അല്ല പിന്നെ അടുത്ത രാജാവായത്. ഈ പ്രായമാകുമ്പോൾ ആളുകൾക്ക് കണ്ണും കാതുമൊക്കെ കേൾക്കാതെ ഒരവസ്ഥ വരും, മനസ്സിലായില്ലേ? മാത്രമല്ല അവർക്ക് ഈ പറയുന്ന പുത്രവാത്സല്യൊക്കെ കൂടി വരും. അപ്പൊ അങ്ങനെ അടുത്ത ഘട്ടത്തിൽ ആരാവും ഈ മുസ്തഫ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പം അമേരിക്കക്കെതിരെ അമേരിക്കൻ കേന്ദ്രീകൃത പ്രസിഡന്റ് ആയിട്ട് വരും. പ്രസിഡന്റ് ആയിട്ടല്ല, പ്രസിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കാണ് വേണം. അവിടുത്തെ ആത്മീയത അയാത്തുള്ള ഖൊമേനിയുടെ ഫൈനൽ തീരുമാനം ഖൊമേനിയുടേതാണ്. അപ്പൊ ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ പാർലമെന്റും കോടതിയൊക്കെ തീരുമാനിക്കും. ഫൈനലി വിദേശ നയം, ആഭ്യന്തര നയങ്ങളിലെല്ലാം തന്നെ അന്തിവാക്ക് ഖൊമേനിയുടെയാണ്. അപ്പൊ BJP എന്ത് നിലപാടെടുത്താലും അത് ഫൈനലി മോഹൻജി ഭഗവത് ഓക്കെ പറഞ്ഞില്ല, നടക്കില്ല. അതുപോലെയുള്ള ഒരു സിസ്റ്റമാണ് അവിടെ. അപ്പം ഇപ്പം പിന്നെ ഈ പറയുന്നതിന്റെ മാതിരി ഇയാൾക്ക് റസ്വിന്റെ കാര്യം ഇങ്ങനെ സംഭവിച്ചു. ഇപ്പം തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ഇത് സിനിമ ഒന്നല്ലല്ലോ. അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ ആയിരിക്കണം. രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയിൽ മരിച്ച ആള്, പിന്നെ അല്ല മൂന്നാമത്തെ ഫ്രാഞ്ചൈസിയിലാണ് മരിച്ച ആള്, പിന്നെ 7-8ാമത്തെ ഫ്രാഞ്ചൈസിയിൽ തിരിച്ചു വരും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ മാത്രമേ നടക്കില്ല, ഇവിടെ നടക്കില്ല. അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇയാള് പ്രധാന പ്രസിഡന്റ് ആവാം. പ്രസിഡന്റ് അല്ല, ഇയാൾക്ക് ഈ പറഞ്ഞ ആത്മീയ ആചാര്യനാണ്. അപ്പൊ ഈ അമേരിക്കക്കെതിരെ, അമേരിക്കൻ കേന്ദ്രീകൃത ലോകത്തിനെതിരെ ഒരു കൗണ്ടർ ബാലൻസ് നിർമ്മിക്കുന്ന ആളുകളാണ് ഇറാനിലെ മതമൗലികവാദികൾ. അത് തന്നെയാണ് പാകിസ്ഥാൻ അമേരിക്കന്റെ ഫ്രണ്ടാണെങ്കിലും പാകിസ്ഥാന്റെ കൺട്രോള് മിലിറ്ററിയുടെ കയ്യിലായതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ നിൽക്കുന്നത്. അത് അവിടെ ഇസ്ലാമിസ്റ്റ് ഭൂരിപക്ഷം എപ്പോഴും ശ്രമിക്കുന്നത് വെച്ചാൽ അമേരിക്കക്കെതിരെ കൗണ്ടർ ബാലൻസ് ആകുക എന്നുള്ളതാണ്. അപ്പൊ മിലിറ്ററി ഇതിന് എതിരാണെങ്കിൽ പോലും പൊതുവെ ഒരു പാകിസ്ഥാൻ താല്പര്യത്തിന് അനുകൂലമാണെങ്കിൽ അവരങ്ങനെ അത്ര നിലപാട് തന്നെ അവരും എടുക്കും. ചൈന ബേസിക്കലി ആന്റി അമേരിക്കനാണ്. അപ്പോൾ അവിടെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ടായിട്ട് ആരെ വേണം, ഇറാനെ വേണം എല്ലാ അർത്ഥത്തിലും. അപ്പൊ ഇന്ത്യ ഈ പ്രദേശത്ത് അവർ കണക്കാക്കുന്നത് വെച്ചാൽ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടറായിട്ടാണ് ഈ ഏരിയയിൽ. അവിടെ ഇമ്മീഡിയറ്റ് എതിരാളിയായിട്ട് അമേരിക്കൻ സപ്പോർട്ടറായിട്ട് അവർ കാണുന്ന രാജ്യമാണ് ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പൊ ഇന്ത്യ ആയിട്ട് ഇറാൻ അടുക്കരുത്. അവരുടെ കൺട്രോളിൽ ഇറാനെ കിട്ടണം, അമേരിക്കയുടെ കൺട്രോളിൽ ഇറാനെ കിട്ടണം. ഇനിയും ബന്ധങ്ങൾ ശക്തിപ്പെടാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു ഓപ്പറേഷൻ ആണ് സാർ. അപ്പം ഇയാൾക്ക് ഈ മുസ്തഫയുടെ താല്പര്യമുണ്ട്. ഈ സ്ഥാനത്ത് വരണോ, ആരുടെ സ്ഥാനത്ത് വരണം, പാപ്പായുടെ സ്ഥാനത്ത് മൂപ്പർക്ക് വരണം. അത് ഏറ്റവും വലിയ ഭീഷണി ഇയാളാണ്. അപ്പൊ ഇയാളെ എലിമിനേറ്റ് ചെയ്യുക. പിന്നെ 2, അപ്പൊ അങ്ങനെ നമ്മൾ ആ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ നമുക്കൊരു കൂറുണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള പല രാജാക്കന്മാരെയും അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ സഹായിച്ചത്. വടക്കൻ കൂറ് തെക്കൻ കൂറ് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ കൊച്ചി രാജവംശത്തിലേക്ക്. അപ്പൊ ബ്രിട്ടീഷുകാർ സഹായിച്ച ആളുകൾ രക്ഷപ്പെട്ട സമയത്ത് പിന്നെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ രാജ്യം കൺട്രോളാക്കി. ഇതേ സംഭവമാണ് ചൈനയും പാകിസ്ഥാനും ആരോട് ചെയ്യാൻ പോകുന്നത്, മുസ്തഫയോട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആളുകൾ പറയും അങ്ങനെ തന്നെ നിങ്ങൾ ഭ്രാന്ത്, ഇവന്മാർക്കാണ് ഭ്രാന്തും വിവരമല്ല ഈ പറയുന്ന ആളുകൾ. കാരണം മൊസാദിനെ അവരെ കൊല്ലണ വേറെ വഴിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ മണ്ടത്തിൽ അവർ കാണിക്കില്ല. അല്ല വേണം, ഇതിന്റെ മുമ്പേ കൊല്ലാമായിരുന്നു. അമേരിക്കക്ക് ഖൊമേനിയെ തന്നെ മുമ്പേ കൊല്ലാമായിരുന്നു. റിസ്ബീനെ അതിന്റെ ഇടയ്ക്ക് കൊല്ലയേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ അയാത്തുള്ള ഖൊമേനിയെ വെച്ച് റിസ്ബി കുറച്ചുകൂടി ഭേദമാണ്. അപ്പൊ ഈ അയാളെ ഇന്ത്യയിലുള്ള നിലപാടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല റിസ്ബിയുടെ അണ്ടറിലാണ് പാകിസ്ഥാനും ഇവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടുന്നത്. പാകിസ്ഥാനിലേക്ക് ഒരു മിസൈൽ അയച്ചിരുന്നല്ലോ. അപ്പൊ എങ്ങനെ പ്രശ്നം കിടക്കുന്നുണ്ട്. അപ്പൊ റിസ്ബി എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഇറാന്റെ ഒരു ദേശീയ താല്പര്യങ്ങൾക്ക് മതത്തെക്കാളും കൂടുതൽ താല്പര്യം കൊടുക്കുന്ന കടുത്ത മതമൗലികവാദി തന്നെയാണ്. പക്ഷെ ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കളിപ്പാവയാണ്. അതിന് മുസ്തഫ റെഡിയായി നിൽക്കുന്നുണ്ട്. ആ സൈന്യത്തെ ഒരു വിഭാഗം അത് വിചാരിച്ചിട്ടുണ്ട്. അവർ ഇസ്ലാമിസ്റ്റ് പിന്നെ സൈഡ് എടുക്കുന്ന സൈന്യം ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം റിസ്ബി ആണെങ്കിൽ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കടുംപിടുത്തക്കാരനാണ്. അവരുടെ ഖൊമേനി സൈന്യത്തിന് കൺട്രോൾ ചെയ്യാത്തില്ല. അപ്പൊ അവിടുത്തെ സൈന്യത്തിന് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് ഇസ്ലാമിസ്റ്റ് ലൈനിൽ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് ചൈന, പാകിസ്ഥാൻ, അവിടുത്തെ മിലിറ്ററിയിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് വിങ് ഇവര് ചെയ്തിട്ടുള്ള ഗൂഢാലോചനയാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ആ ഹെലികോപ്റ്റർ പോയതൊക്കെ ആയിരിക്കാം. അങ്ങനത്തെ ഹെലികോപ്റ്റർ വല്ലതും ഫ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അങ്ങനത്തെ ഒരു ഹെലികോപ്റ്റർ ഒരിക്കലും ആർക്കും ഒരു പ്രസിഡന്റിന് ഫ്ലൈ ചെയ്യാൻ കൊടുക്കില്ല. അപ്പൊ ഇന്ത്യ ഒരു ഇൻസൈഡ് ഓപ്പറേഷൻ ആണ്, അല്ല പുറത്തുനിന്നുള്ള ആരും അത് ചെയ്തിട്ടുള്ളതല്ല. ഇത് വളരെ കൃത്യമാണ്. ഇതിന് മണ്ടന്മാരിതിന് അതല്ലേ ഏറ്റവും വലിയ ഇന്റർനാഷണൽ വിദഗ്ധരാന്നൊക്കെ പറയുന്ന ആൾ. ഇത് കോമൺ സെൻസ് അല്ലേ പറയുന്നത് ഞാൻ കേട്ടു. ഇത് മൊസാദ് ആയിരിക്കാം, എല്ലാവരും മൊസാദ് എന്നാണ്. എന്റെ മാഷ ഇവർക്ക് ചെയ്യണത് പണ്ടേ ചെയ്യാം. ഖൊമേനിയെ തന്നെ ചെയ്യാം. ഈ പാതിനെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒത്താശയോടുകൂടി മുസ്തഫ പ്ലസ് മിലിറ്ററി ഒരു വിങ്ങും ചെയ്താവാനാണ് സാധ്യത.